നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കിറ്റക്സ് മുതലാളി ഒരുപാട് മാന്യനാകണ്ട. കേരളീയരെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നത് നിർത്തേണ്ടതുണ്ട്. സ്വന്തം പിതാവിനെ തള്ളിപ്പറയുന്ന രീതി സാബുവിന് നല്ലതൊന്നുമല്ല. കേരളത്തിലെ മുൻ തലമുറ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ചില പ്രമാണിമാർ നാട്ടിലുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ കർഷക രാജാവായ പാറായി തരകൻ, പാലാ ബാങ്ക് ഉടമ മാത്തൻ, ഇങ്ങനെ പലരും കഴിഞ്ഞ തലമുറയിലെ ആൾക്കാരുടെ ശ്രദ്ധ നേടിയ സമ്പന്നന്മാരായിരുന്നു. ഇവരുടെയൊന്നും പേരിനൊപ്പം കേരളീയർ കേട്ടിട്ടുള്ള കുടുംബക്കാരനല്ല എറണാകുളത്തെ കിഴക്കമ്പലത്തുള്ള കിറ്റക്സ് കമ്പനിയുടെ ഉടമയായ സാബു ജേക്കബ്. സ്വന്തം പിതാവായ ജേക്കബ് വലിയ അധ്വാനിയും ബിസിനസ് പ്രേമിയുമായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്ത് ചെറിയ തോതിൽ തുടങ്ങിവെച്ച തയ്യൽ സ്ഥാപനമാണ് ഇപ്പോഴത്തെ കിറ്റക്സ് ഗാർമെന്റ്സ് എന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുള്ള സ്ഥാപനമായി വളർന്നിരിക്കുന്നത്. കിറ്റക്സ് ഉടമ സാബുവിന്റെ പിതാവ് മരണപ്പെട്ടിട്ട് ഒരുപാട് കാലമൊന്നുമായിട്ടില്ല. കമ്പനിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിച്ചതും നടത്തിയിരുന്നതും സാബുവിന്റെ പിതാവായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാബുവിന്റെ പിതാവിനെ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടിരുന്ന അടുപ്പക്കാരൻ കൂടിയായിരുന്നു. മാത്രവുമല്ല, പിണറായി വിജയൻ സാബുവിന്റെ കുടുംബത്തിലെ ഒരു പതിവ് സന്ദർശകനുമായിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ എന്ന രീതിയിൽ മാറ്റിവെക്കാം. കിഴക്കമ്പലത്ത് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന കിറ്റക്സ് കമ്പനിയുടെ വളർച്ചയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിയർപ്പൊഴുക്കിയത് സമീപവാസികളും കേരളീയരായ ആൾക്കാരുമായിരുന്നു എന്നത് സാബു വിദഗ്ധമായി മറക്കുകയാണ്. പിതാവായ ജേക്കബ് 4-5 പെൺകുട്ടികളെ വെച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തയ്പ്പിക്കുകയും അത് വിറ്റഴിക്കുകയും ചെയ്ത ആദ്യകാല ചരിത്രം സാബുവിന്റെ പിതാവ് പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സാബു വളർന്ന അന്തരീക്ഷമായപ്പോഴേക്കും പിതാവ് സാമ്പത്തികമായി ഉയരത്തിൽ എത്തിയതുകൊണ്ട് സാബുവിന് ഈ പഴയ കഥകൾ നാണംകെട്ട സംഭവങ്ങളായി തോന്നിയേക്കാം. കേരളത്തിലെ വ്യാവസായിക രംഗത്ത് ചുവടുവെച്ച് ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ മുതലാളിത്ത പട്ടികയിലേക്ക് കയറിയ ചില വ്യവസായ പ്രമുഖർ നമുക്കിടയിലുണ്ട്. കിറ്റക്സ് സാബു, വി-ഗാർഡ് മുതലാളി കൊച്ചൌസേപ്പ്, ഇങ്ങനെ ചിലരെല്ലാം അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മഹാ അപകടത്തിൽ എന്ന് പറയുന്നവരാണ്. വി-ഗാർഡ് കൊച്ചൌസേപ്പ് പറയാറുണ്ട്, വീടിന്റെ ചായ്പിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കി സ്വന്തമായി സ്റ്റെബിലൈസർ നിർമ്മിച്ച് സഞ്ചിയിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തിയ പഴങ്കഥകൾ. ഇവരൊക്കെ എന്ത് ന്യായീകരണം നടത്തിയാലും ജനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒന്നുണ്ട്. അത് പഴയകാല ഔസേപ്പിന്റെയും സാബുവിന്റെ പിതാവായ ജേക്കബിന്റെയും ഒക്കെ ജീവിത കഥകളാണ്. ചെറിയ സംരംഭങ്ങൾ തുടങ്ങി നാട്ടുകാരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി കമ്പനികൾ വിപുലപ്പെടുത്തി വലിയ തോതിൽ വളർച്ചയിലേക്ക് കടന്ന പല സ്ഥാപനങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ ഉയരത്തിലെത്തി വലിയ കമ്പനികളായി മാറുമ്പോൾ ഏത് സ്ഥാപനത്തിലും തൊഴിൽ എടുക്കുന്നവരുടെ എണ്ണവും പെരുകും. കമ്പനികൾ കൂടുമ്പോൾ, കൂടുതൽ വിപുലപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണവും പെരുകും. ഇപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികൾ തമ്മിലും തൊഴിലാളികളും മുതലാളിയും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏത് കമ്പനിയും യഥാർത്ഥ വളർച്ചയിലേക്ക് കടക്കുക. വി-ഗാർഡ് ഉടമയുടെയും കിറ്റക്സ് ഉടമയുടെ കാര്യമായാലും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഇവരൊക്കെ വളരുന്നതിന് മുമ്പ് കേരളീയരായ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് തന്നെയാണ് കമ്പനിയെ ഇവർ വളർത്തിയെടുത്തത്. ആ കാലത്ത് കേരളീയർ നല്ലവരും അധ്വാനികളുമായിരുന്നു. ആ കാലങ്ങളിൽ കേരളത്തിലെ ഭരണക്കാരെല്ലാം സഹായിക്കുന്നവരുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന കമ്പനി ഉടമകളെല്ലാം ആയിരക്കണക്കിന് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവിന്റെ വളർച്ചയിലേക്ക് എത്തിയപ്പോഴാണ് സ്വന്തം നാടും നാട്ടുകാരും കൊള്ളാത്തവരായി മാറിയത്. കിറ്റക്സ് മുതലാളിയായ സാബു പറയുന്നത് കേട്ടാൽ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും വ്യവസായ മന്ത്രിമാരും അവിടുത്തെ തൊഴിലാളികളും സാബുവിന്റെ പിറകെ നടക്കുകയാണ് എന്ന് തോന്നിപ്പോകും. ഇവിടെ വന്ന് വ്യവസായം തുടങ്ങിക്കോ, ഞങ്ങളെല്ലാം ഫ്രീ ആയി തരാം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സാബു ചില പ്രസ്താവനകൾ നടത്തുന്നത്. കേരളത്തിലെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കമ്പനി വളർത്തിയ ആവശ്യത്തിലധികം പണമായപ്പോഴാണ് കിറ്റക്സ് മുതലാളിക്ക് പുതിയ ബോധോദയം ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിനായി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഏതായാലും 5 വർഷം മുമ്പ് കിറ്റക്സ് മുതലാളി ആന്ധ്രയിൽ ചെന്ന് കമ്പനി തുടങ്ങി. കമ്പനിക്ക് ആവശ്യമായ ഭൂമി സൗജന്യമായി നൽകി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ തെലങ്കാനയിലെ വ്യവസായ മന്ത്രി കിഴക്കമ്പലത്തുള്ള സാബുവിനെ കമ്പനിയിലെത്തി അവരുടെ സംസ്ഥാനത്ത് കമ്പനി തുടങ്ങാൻ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ്. ഒരു സ്വകാര്യ ബിസിനസ് ഏർപ്പാട് എന്ന നിലയ്ക്ക് എവിടെ കമ്പനി തുടങ്ങണം എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും കിറ്റക്സ് ഉടമയ്ക്ക് തന്നെ ഉള്ളതാണ്. കേരള സർക്കാരിനെ കുറിച്ചും ജനങ്ങളെ കുറിച്ചും വളരെ തരംതാണ ഭാഷയിൽ വിമർശിക്കുന്ന കിറ്റക്സ് മുതലാളി തന്നെ പറയുന്നത്, കിഴക്കമ്പലത്തുള്ള കമ്പനിയുടെ
കീഴിൽ 10,000-ഓളം ജീവനക്കാർ തൊഴിലെടുക്കുന്നു എന്നാണ്. ഇത്രയധികം തൊഴിലാളികൾ കേരളത്തിലെ കമ്പനിയിൽ പണിയെടുക്കുകയും അവരുടെ അധ്വാനത്തിന്റെ ലാഭവിഹിതം കൊണ്ട് സാബു കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് മാറുകയും ചെയ്തു എന്നത് മറക്കേണ്ടതില്ല. ഇപ്പോഴും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് കിറ്റക്സ് കമ്പനി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യവും സാബു മറക്കരുത്. കിറ്റക്സ് മുതലാളിയും കുടുംബക്കാരും കൂടി പണിയെടുത്താൽ ഒരു കമ്പനിയും പ്രവർത്തിച്ചു പോകില്ല എന്ന സാമാന്യ ബോധമെങ്കിലും സാബുവിന് ഉണ്ടാകേണ്ടതായിരുന്നു. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പരമപുച്ഛത്തോടെ അഭിപ്രായങ്ങൾ തട്ടിവിടുന്ന കിറ്റക്സ് മുതലാളി ഒരു കാര്യം കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. മനുഷ്യർ തന്നെയാണ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് അത് മലയാളിയായാലും ബംഗാളിയായാലും തെലങ്കാനയായാലും സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ അഭയം കണ്ടെത്തി അവരുടെ വലയിൽ വീണിട്ടുള്ള കിറ്റക്സ് മുതലാളി തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും മനുഷ്യർ സമരം നടത്താത്ത പ്രദേശമാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എന്ത് തന്നെ ആദർശം പ്രസംഗിച്ചാലും ലാഭം കൊയ്യുന്നതിനാണ് നിങ്ങളും കമ്പനി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനിയിലും അത് എവിടെ പ്രവർത്തിച്ചാലും മനുഷ്യരാണ് പണിയെടുക്കുന്നതെങ്കിൽ അവിടെയും കമ്പനി മുതലാളിമാർക്കെതിരെ മുദ്രാവാക്യവും സമരവും കടന്നു വരിക സ്വാഭാവികമാണ്. അപ്പോഴും ഒരുപക്ഷെ നിങ്ങളെ സ്വീകരിക്കാനും സ്നേഹിക്കാനും കിഴക്കമ്പലത്തുകാരും മലയാളികളും കേരളീയരും മാത്രമായിരിക്കും ഉണ്ടാവുക എന്നോർക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.